ഹലോ, മാത്സിലെ ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം, ചിത്രത്തിൽ P, Q എന്ന വൃത്തത്തിലെ ബിന്ദുക്കളിലുള്ള തൊടുവരകൾ എയിൽ ഗണിക്കുന്നു. ആംഗിൾ എ 40 ഡിഗ്രിയാണ്. AP എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AQP കണ്ടെത്തുക എന്നാണ് ചോദ്യം. AQP കണ്ടെത്തുക എന്നാണ് ചോദ്യം. അതുപോലെ AQ എത്രയായിരിക്കും എന്നും ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ ആംഗിൾ R എത്രയായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ കുറച്ചധികം കൺസെപ്റ്റ്സുകൾ നമുക്ക് ആദ്യം തന്നെ വേണം. ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് തൊടുവരകളുടെ നീളം സെയിം ആയിരിക്കും. ടാൻജന്റിന്റെ നീളം സെയിം ആയിരിക്കും. സോ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ. സോ നമ്മൾ AQ കണ്ടുപിടിച്ചു 5 സെന്റിമീറ്റർ. അപ്പൊ എല്ലാവരും ഇവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതൊരു എന്ത് ത്രികോണമാണ്. ഇതൊരു ഐസോസെലസ് ത്രികോണമാണ്. കാരണം രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് ആംഗിൾസും എന്ത് വരണം, ഈക്വൽ തന്നെ വരണം. നോക്കാം, ഇത് 40 ആണെങ്കിൽ ഈ ത്രികോണത്തിൽ ഫുള്ള് വരേണ്ടത് 180 ആണ്. 180 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരണം. ഇത് 40 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളുകളും കൂട്ടുമ്പോൾ 140 വരാൻ പാടുള്ളൂ. 140 ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 70 ഡിഗ്രി, ഇതും 70 ഡിഗ്രി. 70ഉം 70ഉം 140, 140ഉം 40ഉം 180 ഡിഗ്രി. സോ ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ. കാരണം ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജന്റിന്റെ നീളം എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ, രണ്ടും 5 സെന്റിമീറ്റർ. അതുപോലെ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു ഐസോസെലസ് ത്രികോണമാണ്. ഇതും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതും ഈക്വൽ ആയേ മതിയാവൂ. മാത്രമല്ല ഇവിടെ 40 വന്നു. ഒരു ത്രികോണത്തിൽ ടോട്ടൽ 180 ഡിഗ്രിയാണ് വരേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 140 ആണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വരേണ്ടത്. 140ന്റെ പകുതി എത്രയാണ്, 70ഉം 70ഉം. ഇനി നമുക്കറിയാം അടുത്തതായിട്ട് ഇത് 40 ആണെങ്കിൽ ടാൻജന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടത്തെ ആംഗിളായ 40 ഈ 40ഉം ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടുന്നത് 180 ആയിരിക്കണം. ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുന്നത് എത്ര ഡിഗ്രി ആയിരിക്കണം? ഈ ആംഗിളും കൂടെ കൂട്ടുന്നത് ഉറപ്പായിട്ടും, അല്ലാതെ ഈ ആംഗിളും അല്ല, സെൻട്രൽ ആംഗിളും, അതായത് നമ്മുടെ റേഡിയസ് ക്രിയേറ്റ്, ഇതൊരു കോർഡാണ്. കോർഡ് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന കോർഡാണത്. കോർഡും റേഡിയസും നോക്കിയാൽ, കോർഡ് സെന്ററിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 വരണം. സോ ഇത് 40 ആണെങ്കിൽ ഇത് 140 ആയിരിക്കും. സോ ഈ ആംഗിൾ 140. സർക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഡ് സെന്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 140 ആണെങ്കിൽ അതിന്റെ പകുതി 70 ഡിഗ്രി ആയിരിക്കും. എവിടെ സർക്കിളിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. കോർഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ 140 ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും സർക്കിളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി? 70. ഓക്കെ, അപ്പൊ നമ്മൾ AQP കണ്ടുപിടിച്ചോ. AQP 70 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. AQ കണ്ടുപിടിച്ചോ, 5 സെന്റിമീറ്റർ എന്ന് കണ്ടുപിടിച്ചു. ആംഗിൾ R കണക്കാക്കിയോ, 70 ഡിഗ്രി എന്ന് കണക്കാക്കി. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ വളരെയധികം കൺസെപ്റ്റ് പഠിച്ചു. ഒരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജന്റുകളുടെ നീളം തുല്യമായിരിക്കണം. അതുപോലെ തന്നെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതുകൊണ്ട് ഈ ആംഗിളും തുല്യമായിരിക്കണം. പിന്നെ ഉള്ളത് നമ്മൾ പഠിച്ചത് ഈ ഒരു സെൻട്രൽ ആംഗിളും ഇതും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര ഡിഗ്രി വീതമായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഈ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കണം ആർക്കില് ആ ഒരു സെയിം കോഡ് സെൻട്രൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കണം എവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ആർക്കില് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ O എന്ന് പറയുന്നത് സെന്റർ ആണ്. അതിന്റെ തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജന്റ് ആണ് AC-യും അതുപോലെ തന്നെ BC-യും. ആംഗിൾ എയുടെ അളവ് എന്തെന്നാണ് ചോദ്യം. നമുക്കറിയാം റേഡിയസും ടാൻജന്റും
അതല്ലെങ്കിൽ റേഡിയസും തൊടുവരയും കൂടെ കൂട്ടിമുട്ടുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. സോ ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിന്റെ തൊടുവരകളാണ് AC ആൻഡ് BC. ആംഗിൾ A യുടെ അളവ് എത്രയായിരിക്കും? 90. ആംഗിൾ B യും 90 ആയിരിക്കും. ബിക്കോസ് അതെന്തുകൊണ്ടാണ്? റേഡിയസും ടാൻജന്റും കൂടെ കൂട്ടിമുട്ടുന്നിടത്തുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി. ആംഗിൾ C യുടെ ഇരട്ടിയാണ് ആംഗിൾ O. ആംഗിൾ നമുക്കറിയാം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 180 വരാവുള്ളൂ. ഇതും കൂടെ കൂട്ടുമ്പോൾ 180 വരാവുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ആംഗിൾ സിയുടെ ആംഗിൾ സി അറിയില്ല, ഞാൻ എക്സ് എന്ന് എടുത്തു, അതിന്റെ ഇരട്ടി എത്രയാണ്? 2x. ആംഗിൾ സിയുടെ ഇരട്ടിയാണ് ആംഗിൾ O എങ്കിൽ ആംഗിൾ സിയുടെ അളവ് എത്രയെന്നാണ് ചോദ്യം. ആംഗിൾ സി x ആൻഡ് AOB എന്ന് പറയുന്നത് 2x. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടേണ്ടത് 180. ഇതും കൂടെ കൂട്ടുമ്പോൾ 180. x ഉം 2x ഉം എത്രയാ? 3x. 180. x എന്ന് പറയുന്നത് എത്ര വരും? 180/2 എത്രയാണ്? 90 ഡിഗ്രി. 180/2 അല്ലല്ലോ, 3 അല്ലേ? അപ്പോൾ 60 ഡിഗ്രി എന്നാണ് വരുന്നത്. 60 ഡിഗ്രി. സോ x എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെങ്കിൽ 2x എന്ന് പറയുന്നത് 2 × 60 എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി. കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ രണ്ട് വരകൾ, ഈ രണ്ട് വരകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റേഡിയസും ടാൻജന്റും കൂടെ കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. 60യുടെ ഇരട്ടി 2x എന്ന് പറയുന്നത് 2 × 60 ആയിരിക്കും. 120 ആയിരിക്കും. അടുത്തതും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ചിത്രത്തിൽ O ഒരു സെന്റർ, വൃത്തത്തിന്റെ തൊടുവരകളാണ് AC യും BC യും. ആംഗിൾ A യുടെ അളവ് എന്താണ്? 90 ഡിഗ്രി. ആംഗിൾ A യുടെ അളവ് 90 ഡിഗ്രി ആണ് വരുന്നത്. അതുപോലെ തന്നെ ആംഗിൾ C യുടെ ഇരട്ടിയാണ് ആംഗിൾ O എങ്കിൽ ആംഗിൾ C യുടെ അളവ് എത്രയാണ്? ഇപ്പൊ ചെയ്തു തന്നെയായിരുന്നു അല്ലേ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് x ആണെങ്കിൽ ഇത് 2x എടുക്കുക. ആംഗിൾ C യുടെ ഇരട്ടിയാണ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ x + 2x = 180. 3x = 180. x = 180/3. 180/3 എന്ന് പറഞ്ഞാൽ എത്ര? 60 ഡിഗ്രി. x 60 ആണെങ്കിൽ 2x എത്രയായിരിക്കും? 120. അടുത്ത ചോദ്യം, ചിത്രത്തിൽ O കേന്ദ്രമായ ഒരു സർക്കിളിൽ B യിലെ തൊടുവരയാണ് AB. AB തൊടുവരയാണ്, അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. B യിലെ തൊടുവരയാണ് AB എങ്കിൽ ആംഗിൾ OBA എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. കാരണം നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ AOB എത്ര? ഇത് 90, ഇത് 35. 5 9 3 12 125. അപ്പൊ മൊത്തം കൂടെ കൂട്ടുമ്പോൾ 180 വരണം. 180 വരണമെങ്കിൽ 180ൽ നിന്ന് ഇത് രണ്ടും കൂടെ കൂട്ടുന്ന 125 കുറച്ചാൽ മതി. ഇതപ്പോ 10 ആവും, ഇത് 7 ആവും. സോ 10 ൽ 5 കുറച്ചാൽ 5, 7ൽ നിന്ന് 2 കുറച്ചാൽ 5. സോ ദിസ് ആംഗിൾ ഈസ് 55. 55 35 55 5 60 30 90 180 സെറ്റ് ആയി. അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിലെ വ്യാസമാണ് AB. വ്യാസമാണ് AB വന്നിരിക്കുന്നത്. വൃത്തത്തിലെ D യിലെ പോയിന്റിലെ തൊടുവര അല്ലെങ്കിൽ എന്താണ്? ടാൻജന്റ് ആണ് PQ. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ട ആംഗിളുകളൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? DCB, BCB. നേരെ ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരെ ഒരു വര വരയ്ക്കുക. ഇപ്പൊ നമ്മൾ ഇത് സർക്കിളിലെ ഒരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. അതായത് ഈ ഒരു കോർഡ് അല്ലെങ്കിൽ ഞാൻ സർക്കിളിന്റെ രണ്ട് ആർക്കുകളായിട്ട് മൈനർ ആർക്കും മേജർ ആർക്കുമായിട്ട് തിരിക്കുന്നുണ്ട്. അതിനകത്ത് മേജർ ആർക്കിൽ ആ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന 30 ഡിഗ്രി ആണെങ്കിൽ ഇതാ ഈ ഒരു കോഡ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത ആംഗിൾ 30 ആണെങ്കിൽ ഈ കോഡ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത ഈ ആംഗിൾ എത്ര ഡിഗ്രി തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. സോ നമ്മൾ കണ്ടുപിടിച്ചു DCB എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ഇനി അടുത്തത് ആംഗിൾ PDA. Where is PDA? PDA. ഓക്കെ, PDA കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, ഇതൊരു ഡയമീറ്റർ. സർക്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു സർക്കിളിലേക്കുള്ള ആംഗിൾ ടോട്ടൽ 90 ആയിരിക്കും. അപ്പോൾ ഇത് 60 ആയിരിക്കും. കാരണം ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 90. സോ 60 + 30 = 90. അപ്പോൾ 60 30 കൂട്ടുമ്പോൾ 90 കിട്ടി. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഏത് കണ്ടുപിടിക്കാൻ? PDA കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കോർഡാണ് അല്ലെങ്കിൽ ഒരു ഞാനാണ്, ഇത് ടാൻജന്റ് ആണ്, തൊടുവരയാണ്. അവർ രണ്ടും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ആംഗിൾ ചോദിച്ചാൽ
ആ കോഡ് ഏത് കോഡാണോ ഇവിടെ ഏതാ ഇത് ടാൻജന്റുമായിട്ട് കൂട്ടിമുട്ടിയിരിക്കുന്ന ആ കോഡിന്റെയും ടാൻജന്റിന്റെ ഇടയിലുള്ള ആംഗിൾ ചോദിച്ചാൽ കോഡ് ജനറേറ്റ് ചെയ്യുന്ന അപ്പുറത്തെ വശത്തെ ആംഗിൾ നോക്കിയാൽ മതി. അതായത് ഈ കോഡ് ജനറേറ്റ് ചെയ്ത ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ആണ്. സോ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. ഇനി അടുത്തത് അതേപോലെ തന്നെ നമ്മളോട് ഈ ആംഗിൾ ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നെങ്കിൽ ഈ കോഡ് എവിടെ സർക്കിളിന്റെ അപ്പുറത്തെ വശത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അപ്പൊ ഇത് 30 ഡിഗ്രി ആയിരിക്കും. 60, 30, 90. പിന്നെ ഇതൊരു ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സർക്കിളിലേക്കുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ടോട്ടൽ 90. സോ 90 + 90 190 വരുന്നുണ്ട്. സോ PDA നമ്മൾ കണ്ടുപിടിച്ചു. PDA will be 60 ഡിഗ്രി. CAB വളരെ സിമ്പിൾ ആണ്. CAB വേറെ CAB നോക്കിക്കേ. CAB എന്ന് പറയുന്ന ത്രികോണം ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ആ ത്രികോണത്തിൽ ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഈ ആംഗിൾ 90 ആയിരിക്കും. ഏത് C എന്ന് പറയുന്ന ആംഗിൾ 90 ആയിരിക്കും. B 30 ആണ് കിട്ടി. B 60 ആണ് തന്നിട്ടുണ്ട്. 90 + 60 150 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് CAB എത്ര ഡിഗ്രി ആണ് കിട്ടി? 30 ഡിഗ്രി. അടുത്തത് അടുത്തതാണ് ACB എന്ന് പറയുന്നത് CB നമ്മൾ അത് ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ ടാൻജന്റിൽ നിന്നും സർക്കിളിൽ നിന്നും മിക്സ്ഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ചോദ്യം, ചിത്രത്തിൽ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളെയും തൊടുന്ന വൃത്തത്തിന്റെ കേന്ദ്രത്തിലെ കോണുകളാണ് കൊടുത്തിരിക്കുന്നത്. ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കണക്കാക്കാൻ നോക്കിക്കേ. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഏതിന്റെ അകത്ത്? ത്രികോണത്തിന്റെ അകത്ത് ഒരു സർക്കിൾ. എടാ ഇത് 120, ഇത് 130, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 250, 250 ആണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ആംഗിൾ 360 ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് 110 വരത്തുള്ളൂ. സോ ഇത് 110. ഇനി നമുക്ക് അറിയേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. റേഡിയസ് ക്രിയേറ്റ് ചെയ്ത ആംഗിൾ ഇപ്പൊ 120 ആണെങ്കിൽ വേണ്ട, 110 ആണെങ്കിൽ ഇവിടെ 70 വരണം. നോക്കിയേ, 110 ആണെങ്കിൽ ഇവിടെ 70 വരണം. അതായത് സെൻട്രൽ ആംഗിളും ടാൻജന്റും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ രണ്ടും കൂട്ടുമ്പോൾ എത്ര വരണം? 180. സോ ഇത് 110 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് 180. സെൻട്രൽ ആംഗിളും ടാൻജന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളും കൂടെ കൂട്ടുമ്പോൾ എത്ര ഡിഗ്രി വരണം? 80 ഡിഗ്രി. 120 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി വരണം? 120ഉം എത്രയും കൂടെയാണ് 180? 60 ഡിഗ്രി. സോ 130 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി വരണം? 50 ഡിഗ്രി. സോ സിമ്പിൾ ചോദ്യമായിരുന്നു, കഴിഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം, വൃത്തത്തിലെ PQRS എന്ന ബിന്ദുക്കളിലെ തൊടുവരകളാണ് BC. ഈ തന്നിരിക്കുന്ന ഓരോന്നും തൊടുവരകളാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിന്റെ പെരിമീറ്റർ ഇതാണെന്ന് തെളിയിക്കുക. ഈ ഒരു കാര്യം കാണുമ്പോഴേ മനസ്സിലാവും. നോക്കി, ഈ ABCD ചതുർഭുജത്തിന്റെ പെരിമീറ്റർ ഇതാണെന്നാണ് തെളിയിക്കേണ്ടത്. അത് കാണുമ്പോഴേ മനസ്സിലാവും നമുക്ക് ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ള രണ്ട് ടാൻജൻസിന്റെ നീളം എന്താണെന്ന് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഈക്വൽ ആണ് എടുത്തിട്ട് ഇതിന്റെ നീളം ഈക്വൽ, ഇതിന്റെ നീളം ഈക്വൽ, ഇതിന്റെ ഈക്വൽ നീളമായിരിക്കും. കാരണം കോമൺ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസുകളുടെ നീളം ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തിനോടൊക്കെ തുല്യമായിരിക്കും? AP പ്ലസ് AS ന് പകരം ഞാൻ എന്ത് തന്നെ കൊടുക്കും? AP എന്ന് തന്നെ കൊടുക്കും. കാരണം എന്താ? AP ഇവിടെ നോക്കുക, 2 തവണ AP, 2 തവണ BQ, 2 തവണ CR, 2 തവണ DS എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം പെരിമീറ്റർ. ഓക്കെ, ആദ്യം ഞാൻ എല്ലാം എഴുതാം. AP പ്ലസ് AS പ്ലസ് DS പ്ലസ് DR പ്ലസ് RC പ്ലസ് CQ പ്ലസ് QB പ്ലസ് PV എന്നുള്ളതാണ് അതിന്റെ പെരിമീറ്റർ വരുന്നത്. എല്ലാ സൈഡും കൂടെ കൂട്ടി വെച്ചു. എന്ത് ചെയ്യും ഞാൻ? എന്നിട്ട് APക്ക് നോക്കി, ഇവിടെ നോക്കിയപ്പോൾ AP ആണ് അവശേഷിക്കുന്നത്. അപ്പൊ 2 തവണ AP ആ. AS ന് വരെ ഞാൻ എന്ത് കൊടുക്കും? AP പ്ലസ് AP എന്ന് കൊടുക്കും. കാരണം AP ഈക്വൽ ടു AS ആണ്. AP ഈക്വൽ ടു AS. അടുത്തത് നമുക്ക് വേണ്ടത് DS ഉണ്ട്. അപ്പോ DS അതുപോലെ തന്നെ ഇട്ടിട്ട് DR ന് പകരം ഞാൻ എന്ത് കൊടുക്കും? DS എന്ന് തന്നെ കൊടുക്കും. ഇനി ഞാൻ ക്വസ്റ്റ്യൻ നോക്കണം. CR ഉണ്ട്. അപ്പൊ CQ ക്ക് പകരം ഞാൻ എന്ത് തന്നെ കൊടുക്കണം? CR എന്ന് തന്നെ കൊടുക്കണം. പ്ലസ് QB ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ല. DS പിന്നെ ഏതാണുള്ളത്?
പി ബി ക്യൂ ബി. ക്യൂ ബി ആണ് ക്വസ്റ്റ്യനിലുള്ളത്. സോ ഞാൻ ക്യൂ ബി അവിടെ തന്നെ ഇട്ടിട്ട് പി ബിക്ക് പകരം ക്യൂ ബി കൊടുക്കും. കാരണം അതെല്ലാം ഈക്വൽ ആണ്, മനസ്സിലായല്ലോ അല്ലേ? അതായത് എ പി എ എസ്, എ എസ് എ പിയും എ എസും, എ പിയും എ എസും, അതിൻ്റെ അത് എ പിയും എ എസും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ എ പിക്ക് പകരം ഒന്നും കൊടുത്തില്ല, എ എസിന് പകരം എന്ത് കൊടുത്തു? എ പിന്ന് തന്നെ കൊടുത്തു. ഡി എസിനും ഡി ആറിലും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഡി എസും ഡി ആറും കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. സോ ഇക്വേഷനിൽ ഡി എസ് ആണ് വന്നിരിക്കുന്നത്, ഞാൻ ഡി ആറിന് പകരം ഡി എസ് കൊടുത്തു. ഇനി അടുത്തത് ആർ സിയും സി ക്യൂ നോക്കിയപ്പോൾ, ആർ സിയും സി ക്യൂ നോക്കിയപ്പോൾ ആർ സി ആണുള്ളത് 2 പ്രാവശ്യം. ഞാൻ സി ക്യൂക്ക് പകരം എന്ത് കൊടുത്തു? സി ക്യൂക്ക് പകരം ആർ സി എന്ന് കൊടുത്തു. അടുത്തത് ക്യൂ ബി പി ബി നോക്കിയപ്പോൾ ക്വസ്റ്റ്യനിൽ ക്യൂ ബി ആണ് അവശേഷിക്കുന്നത്. അപ്പോൾ പി ബിക്ക് പകരം ഞാൻ ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള ക്യൂ ബി കൊടുത്തു. ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ എ പി പ്ലസ് എ പി എത്ര കിട്ടും? 2AP പ്ലസ് ഡി എസ് പ്ലസ് ഡി എസ് 2DS, CR പ്ലസ് CR 2CR പ്ലസ് QB പ്ലസ് QB 2QB. എല്ലാത്തിനും ഞാൻ എന്ത് കോമൺ എടുക്കും? 2 കോമൺ എടുക്കുമ്പോൾ 2 × AP പ്ലസ് DS പ്ലസ് CR പ്ലസ് QB എന്ന് എനിക്ക് ആൻസർ കിട്ടും. എല്ലാത്തിനും എന്താണ്? ഞാൻ 2 കോമൺ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് 2 × AP പ്ലസ് DS പ്ലസ് CR പ്ലസ് QB എന്ന് കിട്ടി. അത്രേ ഉള്ളൂ ആ ചോദ്യം. വളരെ സിമ്പിൾ ആയിരുന്നു. കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. സെയിം പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 ടാൻജന്റിന്റെ നീളം ഈക്വൽ ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, O കേന്ദ്രമായ വൃത്തത്തിലെ ഒരു വ്യാസമാണ് AC. ഡയമീറ്റർ ആണ് AC തന്നിരിക്കുന്നത്. വൃത്തത്തിന്റെ തൊടുവരകളാണ് ABCD. ABയും CDയും തൊടുവരകളാണ് എന്ന് തന്നിട്ടുണ്ട്. നോക്കിക്കേ, AB 8 സെന്റിമീറ്റർ ആണെങ്കിൽ, AB 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും B എന്ന് പറയുന്ന കോമൺ പോയിന്റിലേക്കുള്ള ടാൻജന്റ് ആണ് എന്ത്? A. അപ്പോൾ ഇത് 8 ആണ് തന്നിട്ടുണ്ട്. ബാക്കിയൊന്ന് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് അതേപോലെ തന്നെ DC 9 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. DC അപ്പോൾ O കേന്ദ്രമായ വൃത്തമാണ്, ഒരു വ്യാസം തന്നിട്ടുണ്ട് AC. വൃത്തത്തിന്റെ തൊടുവരകളാണ് ABCD. ABയും CDയും മാത്രമാണ് തൊടുവരകൾ, അതിന്റെ സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുക എയിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെയാണ് B. എയിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെയാണ് B. സിയിൽ നിന്നും 9 സെന്റിമീറ്റർ അകലെയാണ് D. എന്നിട്ട് ബാക്കി ബിയിൽ നിന്നും വൃത്തത്തിലേക്ക് വരച്ചിട്ടുള്ള തൊടുവരയാണ് BP. ബിയിൽ നിന്നും വൃത്തത്തിലേക്ക് വരച്ചിട്ടുള്ള തൊടുവരയാണ് BP എന്ന് ഇപ്പൊ ഇനി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BP പ്ലസ് DQ എന്താണ്? ഡിയിൽ നിന്നും വൃത്തത്തിലേക്ക് വരച്ചിട്ടുള്ള തൊടുവരയാണ് DQ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ക്വസ്റ്റ്യൻ ആണേ ഉള്ളൂ. സംഭവം സിമ്പിൾ ആണ്. AB എന്ന് പറയുന്നത് ഒരു കോഡ്, അല്ലെങ്കിൽ കോഡല്ല, ടാൻജന്റ്, തൊടുവര. അതുപോലെ തന്നെ DP എന്ന് പറയുന്നതും ഒരു ടാൻജന്റ് ആണ്. നമുക്കറിയാം കോമൺ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന 2 ടാൻജന്റിന്റെ നീളം സെയിം ആയിരിക്കണം. സോ ഇത് 8. DCDA 2, DCDQ എന്ന് പറയുന്നത് എന്താണ്? 2 ടാൻജന്റ്സ് ആണ്. അവ രണ്ടിന്റെ നീളം ഒരു കോമൺ പോയിന്റിൽ നിന്നുള്ളതായത് സെയിം ആയിരിക്കണം. സോ 9 സെന്റിമീറ്റർ. 2 9 ആണ്. 2 കൂടെ കൂട്ടുക, 8ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 8 8 16 1 17 സെന്റിമീറ്റർ ആയിരിക്കും ഏത് വരുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്ന BP പ്ലസ് DQ. BP പ്ലസ് DQ എന്ന് പറഞ്ഞാൽ ഏതാണ്? BP പ്ലസ് DQ എന്ന് പറഞ്ഞാൽ BP പ്ലസ് DQ ഈസ് ഈക്വൽ ടു 8 8 16 1 17 സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ചിത്രത്തിൽ AB തൊടുവര, AB എന്ന് പറയുന്നത് ടാൻജന്റ് അഥവാ തൊടുവരയാണ്. ആംഗിൾ BPQ എന്ന് പറയുന്നത് 30 ആണ്. BPQ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. PQ 4 സെന്റിമീറ്റർ. PQ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിരിക്കുന്നു. PQ 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിരിക്കുന്നു. ആംഗിൾ PRQ എത്രയെന്നാണ് ചോദ്യം. PRQ നോക്കിക്കേ, ഇത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അത് ഏതാണ് കൺസെപ്റ്റ്? ഇതൊരു കോഡ്, അല്ലെങ്കിൽ ഇതൊരു ടാൻജന്റ്. കോഡും ടാൻജന്റും കൂടെ എത്ര ഡിഗ്രി ആണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതേ ഡിഗ്രി ആയിരിക്കും സർക്കിളിന്റെ അല്ലെങ്കിൽ ആ കോഡിന്റെ മറുവശത്ത്, അതായത് ഇപ്പുറത്തെ വശത്ത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇത് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ ആയിരിക്കും ഈ ഒരു കോഡ് എവിടെ മേജർ ആർക്കിൽ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്.
ഇനി നമുക്കറിയാം 30 ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി. നമ്മളോടുള്ള ചോദ്യം, ചിത്രത്തിൽ എ ബി തൊടുവര, ഓക്കെ, ഇതെല്ലാം തന്നിട്ടുണ്ട്. പി ആർ ക്യു എത്രയെന്നാണ് ചോദ്യം. പി ആർ ക്യു 30 ആയിരിക്കും. വൃത്തത്തിന്റെ ആരം എത്രയെന്നാണ് ചോദ്യം. ആരം കണ്ടുപിടിക്കാൻ നമുക്ക് ഇത് ട്രിഗ്നോമെട്രിയും ടാൻജന്റും കൂടെ, ട്രിഗ്നോമെട്രി ആൻഡ് ടാൻജന്റ്, ട്രിഗ്നോമെട്രി ആൻഡ് ടാൻജന്റ് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, ട്രിഗ്നോമെട്രിയും ടാൻജന്റും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ L is equal to 2r sin c/2 എന്നറിയാം. L എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളില്, ആ ട്രയാങ്കിളിലെ സൈഡാണ് L, അത് കോർഡും ആണ്, അത് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 2 into r നമുക്കറിയില്ല, sin c/2. ഈ L അല്ലെങ്കിൽ കോർഡ് അല്ലെങ്കിൽ ട്രയാങ്കിളിന്റെ സൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന c എത്രയാ? 60. അതിന്റെ c/2 എത്രയാ? 30. അപ്പോൾ 2r sin 30. sin 30 നമ്മൾ ട്രിഗ്നോമെട്രിയുടെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കാണാതെ പഠിക്കണമെന്ന്. സോ 4 is equal to 2r into sin 30 എന്ന് പറഞ്ഞാൽ 1/2. 2ഉം 2ഉം വെട്ടിപ്പോയി. സോ r is equal to എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ ആണ്. r എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടി? 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് സെന്റർ ആണ്, അത് വൃത്തകേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ആണ്. ADC 35, ADC 35 ആണ് എങ്കിൽ FOC എത്ര? FOC സെൻട്രൽ ആംഗിൾ എത്രയെന്നാണ് നോക്കിയേ. ഇവിടെ നമ്മളൊരു കോഡ് വരച്ച് ചേർത്താൽ FC ഒരു കോഡാ, ആ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ആണ് FOC. അതേ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇങ്ങോട്ടേക്കുള്ള ആംഗിൾ ആണ് 35, ഇങ്ങോട്ടേക്കുള്ള മേജർ ആർക്കിലേക്ക്. അപ്പോൾ ഇത് 35 ആണെങ്കിൽ ഇതും 35. ഇത് എത്രയായിരിക്കും? 70. കാരണം FC എന്ന് പറയുന്ന കോഡ് സെൻട്രലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 70, അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ വരുന്നത്. DAC EBC എത്ര? DAC അതുപോലെ EBC ഓക്കെ. നമ്മൾ ആദ്യം ഈ ഒരു ത്രികോണം എടുക്കുന്നു. ഏതാണ്? ഈ ഒരു ആംഗിൾ നോക്കിയേ, ECB എന്ന് പറയുന്നത് ഉറപ്പായിട്ട് 90 ആയിരിക്കും. കാരണം OC എന്ന് പറയുന്ന റേഡിയസ് ആണ്. റേഡിയസും ടാൻജന്റും, ഇതൊരു ടാൻജന്റ് ആണ്. ആ ടാൻജന്റ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90. റേഡിയസും അല്ലെങ്കിൽ റേഡിയസും ഈ ഒരു ടാൻജന്റും തമ്മിൽ കൂട്ടിമുട്ടുന്ന 90 ഡിഗ്രിയിലായിരിക്കും. സോ ഇത് 35. ഈ ഒരു ത്രികോണം പരിശോധിക്കുകയാണെങ്കിൽ E എന്ന് പറയുന്നത് 35, ഇത് അറിയില്ല, B അറിയില്ല, കണ്ടുപിടിക്കുന്നത്. ഇത് 90. അപ്പൊ 90ഉം 30, 120ഉം 125 ആണെങ്കിൽ ആംഗിൾ B, അതായത് EBC എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കൊണ്ട് വരത്തുള്ളൂ? 55 ഡിഗ്രി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട DAC ആണ്. DAC എന്ന് പറയുന്ന ഫിഗറിൽ DAC അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ത്രികോണം എടുക്കാം. ഈ ത്രികോണത്തിൽ ഇത് 70. നോക്കിയാൽ ഈ DAC എന്ന് പറയുന്ന ആ ത്രികോണത്തിൽ തന്നെ വരുന്നതാണ് OC എന്ന് പറയുന്നത്. O എത്രയാണ്? 70. അതുപോലെ ഇത് എത്രയാണ്? 90. 70. അപ്പോൾ ഇത് എത്ര വരണം? 20. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്, അപ്പോൾ ഇത് 90 ആയിരിക്കും. പിന്നെ ഇതൊരു കോഡ്, ആ കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ആർക്കില് ഉള്ളത് എന്നുള്ള ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്തത്. സിമ്പിൾ ആണ്. അടുത്തത്, ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ രണ്ട് തൊടുവരകൾ, ഇത് ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. മറ്റൊരു തൊടുവരയും ചേർന്ന് ഒരു ത്രികോണം ഉണ്ടാക്കി ത്രികോണത്തിന്റെ ചുറ്റളവ് വൃത്തത്തിന്റെ വ്യാസത്തിന് തുല്യമാണെന്ന് തെളിയിക്കുക. വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2r ആണ്. 2r ആണ് വ്യാസം. നമുക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റേഡിയസ്, നമുക്ക് രണ്ട് റേഡിയസുകൾ തമ്മിൽ നമുക്കറിയാം റേഡിയസും ഇതൊരു ടാൻജന്റുമായിട്ട് കൂട്ടിമുട്ടുന്ന 90 ഡിഗ്രി. ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്, ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന 90 ഡിഗ്രി. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് പരസ്പരം ലംബമാണെന്ന്, രണ്ട് ടാൻജന്റും തമ്മിൽ 90 ഡിഗ്രി ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് 90 ആയിരിക്കും. 3 ഡിഗ്രികൾ, ഇത് റേഡിയസ്, ഇത് ടാൻജന്റ് 90, ഇത് റേഡിയസ്, ഇത് ടാൻജന്റ് 90. ഇവൻ രണ്ടുപേരും 90 ആണ്. കാരണം ഇതൊരു ടാൻജന്റ്, ഇതൊരു ടാൻജന്റ്. ഈ ടാൻജന്റ് രണ്ടും പരസ്പരം ലംബം അഥവാ 90 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 90, 90, 90. 3 90കളാണെങ്കിൽ ഇതൊരു 4 സൈഡുള്ള ഫിഗർ ആണ്. മൊത്തം 360 ആണ് ആംഗിൾ വരേണ്ടത്. അപ്പൊ ഇത് 90 ആയിരിക്കും. ഇതൊരു സ്ക്വയർ ആയിരിക്കും. കാരണം ഇതൊരു ഈ ഒരു സൈഡ്, ഇതിന് ഞാൻ ABC എന്ന് പേര് വിളിക്കുക. അപ്പൊ AB = എന്തിനോട് തുല്യമായിരിക്കും? AC.
എ ബി ഈക്വൽ ടു എ സി ആണ്, അടുത്തുള്ള രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ് ആർ ആർ, ഇതും ആർ ഇതും ആർ, ഇതും ഈക്വൽ ആണ് ഇതും ഈക്വൽ ആണ്. അടുത്തടുത്തുള്ള രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. മാത്രമല്ല അത് എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു സ്ക്വയർ ആയി. അപ്പോൾ സ്ക്വയർ എങ്ങനെയാണ് ആകുന്നതെന്നുള്ളത് ഞാൻ തെളിയിച്ചു തന്നു. അപ്പോൾ ആ ഒരു ഫിഗർ ഇപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്ക്വയർ ആണെന്നുള്ളത് ആദ്യം തെളിയിക്കുക. അത് നമ്മൾ തെളിയിച്ചായി. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ത്രികോണത്തിന്റെ ചുറ്റളവ്. ത്രികോണം ഇത് എ ബി സി, ഇതിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുകയാണ്, ഇതിന് ഇ എന്ന് കൊടുക്കുകയാണ്. ഇവിടെയുള്ള കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇവിടെയുള്ള പോയിന്റിന് എഫ് എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പോൾ ത്രികോണത്തിന്റെ ചുറ്റളവ്, ത്രികോണം ഏതാണ്? ഡി ബി ഇ എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ ചുറ്റളവ്, പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് തെളിയിക്കണം നമ്മൾ. ത്രികോണത്തിന്റെ ചുറ്റളവ് വൃത്തത്തിന്റെ വ്യാസത്തിന് തുല്യം. നമുക്കറിയാം വൃത്തത്തിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ 2r ആണ്, 6 നമുക്ക് മനസ്സിലായി. ഇത് 6 ആണെങ്കിൽ ഇത് 6 ആണെങ്കിൽ സ്ക്വയർ ആയതുകൊണ്ട് ഇതും 6 ആയിരിക്കും ഇതും 6 ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് ഈ സൈഡും കൂട്ടുന്നതിനോട് തുല്യമായിരിക്കും. അതായത് 6 + r, കാരണം ഇതെല്ലാം 6 വീതമാണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2r. നമുക്ക് ആദ്യം തെളിയിക്കേണ്ടത് ഈ ഒരു രണ്ട് ടാൻജന്റിന്റെ നീളത്തിനോട് ഈക്വൽ ആണ് ഈ ത്രികോണത്തിന്റെ നീളം എന്നാണ് തെളിയിക്കേണ്ടത്. തെളിയിക്കാൻ വേണ്ടി നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ ഈ AD, ഞാൻ ആ ഫിഗറിനെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു സർക്കിളും ഒക്കെ പോകുന്നത്. ഞാൻ ഇവിടത്തിന് എന്തെന്ന് വിളിച്ചു? എ, ഇവിടത്തിന് ഡി, ഇതിനെ ബി, ഇതിനെ ഇ, ഇതിനെ സി, ഇതിനെ എഫ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തവും 6 ആണെന്ന് നമ്മളിപ്പോ തെളിയിച്ചായതേ ഉള്ളൂ. ഇത് മൊത്തവും 6 ആണെന്ന് നമ്മൾ തെളിയിച്ചതേ ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത്രയും ലെങ്തിനെ എ എന്ന് വിളിക്കുകയാണ്. അതായത് ബിയിൽ നിന്നുള്ള ഈ കുഞ്ഞു ടാൻജന്റ് ലെങ്ത്, ഇത് ബിയിൽ നിന്നുള്ള ടാൻജന്റ്, ബിയിൽ നിന്നുള്ള ഈ ടാൻജന്റ് നീളം 6 വീതം എടുത്തു. ഡിയിൽ നിന്നുള്ള ആ ടാൻജന്റ് ഡി എ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഡി എഫും എ തന്നെ എടുക്കണം. കാരണം ഡി എന്ന് പറയുന്ന കോമൺ പോയിന്റിൽ നിന്നുള്ളതാണ് ഡി എയും ഡി എഫും. സോ ഇത് എ ആണെങ്കിൽ ഇതും എത്ര തന്നെ എടുക്കണം? എ തന്നെ എടുക്കണം. ഞാൻ ഇയിൽ നിന്നുള്ള രണ്ട് ടാൻജന്റുകളായ ഇ എഫിനും ഇ സിക്കും ഞാൻ ബി എന്ന് പേര് വിളിക്കുകയാണ്. സോ ഇനി അടുത്തതായിട്ട് ഇത് ടോട്ടൽ 6 ആണ്, ഇത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡി ബിയുടെ നീളം എന്ത് വരും? മൊത്തവും 6, ഇത്രയും ഭാഗം എ ആണ്. അപ്പോൾ ഇത് 6 - a. ഇനി ഇത് മൊത്തവും 6, ഇത്രയും നമ്മൾ ബി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബി ഇ എന്ന് പറയുന്നത് എത്രയാണ്? 6 - b എന്നും വരും. ഇത് 6 - a. അതായത് ഡി ബിയുടെ നീളം 6 - a, കാരണം ടോട്ടൽ 6 ആണ്, ഇത്രയും ഭാഗം എ ആണ്, ഇത് 6 - a ആയിരിക്കും. ടോട്ടൽ 6 ആണ്, ഇത്രയും ബി ആണ്, ഇത് 6 - b ആയിരിക്കും. നമുക്കിനി ത്രികോണത്തിന്റെ പെരിമീറ്റർ എന്തിനോട് ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി? 2r ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ മതി. നോക്കിക്കോളൂ, ത്രികോണത്തിന്റെ പെരിമീറ്റർ വരുന്നത് ഡി ബി പ്ലസ് BE plus DE DB plus BE plus DE എന്ന് പറയുന്നതാണ്. നമുക്കറിയാം DB R minus A ആണ്, BE എന്ന് പറയുന്നത് R minus B ആണ്, DE എന്ന് പറയുന്നത് A plus B. ഇത് A ആണ്, ഇത് B ആണ്. A plus B. മൈനസ് എയും എയും വെട്ടിപ്പോയി, മൈനസ് ബിയും ബിയും വെട്ടിപ്പോയി. സോ ആറും ആറും കൂടെ കൂട്ടുന്ന എത്രയാണെന്ന് കിട്ടി? 2R. ഡയമീറ്ററിനോട് തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. കാരണം ഇത് 6 ഇത് 6, ആദ്യം തന്നെ ഇതൊരു സ്ക്വയർ ആണെന്ന് തെളിയിച്ചു. സോ ഇതും 6 ഇതും 6 തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ 2R ഈക്വൽ ആണെന്ന് തെളിയിച്ചു. ഇനി അടുത്തത് O എന്ന് പറയുന്നത് ഒരു O കേന്ദ്രമായ വൃത്തത്തിലെ തൊടുവരയാണ് QP. QP എന്ന് പറയുന്നത് ഒരു തൊടുവര, ടാൻജന്റ് ആണ്. ഇത് റേഡിയസ് ആണ്, അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. ത്രികോണം PQR ന്റെ എല്ലാ കോണളവുകളും കണക്കാക്കുക. P where is P, where is Q, Q. R എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ആ PQR ന്റെ എല്ലാ കോണളവുകളും R ഒരുപക്ഷെ ഇവിടെ ആവാം, ഇങ്ങനെ ആവാം. PQR ന്റെ കോണളവുകൾ എല്ലാം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇത് 90 ആയിരിക്കും എന്തായാലും.
ദാ ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ട്, കോർഡ് ഉണ്ടെന്ന് നോക്കുക, ഞാനുണ്ടെന്ന്. ആ ഒരു ഞാൻ ക്യു ആർ എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ കോർഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സെൻട്രൽ ആംഗിൾ ആണിത്. ആ സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് 30. അപ്പോൾ ഇത് ഉറപ്പായിട്ടും 60 വരും. ഇത് 60, ഇത് 90 ആണെങ്കിൽ, 60 90 180 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി എന്ന് വരും. സോ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് എങ്ങനെ എടുത്തതെന്ന് മനസ്സിലായല്ലോ. ഇത് ഒരു കോർഡ് ഞാൻ വരച്ചു ചേർത്തു, കൺസ്ട്രക്ട് ചെയ്തു. അതിലേക്കുള്ള സെൻട്രൽ ആംഗിൾ ഇത്, സെൻട്രൽ ആംഗിളിന്റെ പകുതി 30 തന്നിട്ടുണ്ട്. 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും ഉറപ്പായിട്ടും 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ 60 90 180 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. സോ 60 90 30 180 ആയിട്ടുണ്ട്. സോ അത് സെറ്റായി. ഇത് 30 എന്ന് കണ്ടുപിടിച്ചു. ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാം. അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോർഡാണ്. ഈ വരച്ച QR ഒരു കോർഡാണ്. ഒരു കോർഡാണ്. ആ കോർഡും ടാൻജന്റും തമ്മിലുള്ള ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ നോക്കിയേ. കോർഡും ടാൻജന്റും തമ്മിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഇതിനോട് തുല്യമായിരിക്കണം. അതായത് ഈ കോർഡിന്റെ മറുവശത്ത്, അതായത് ഈ സൈഡിൽ ഉണ്ടാക്കുന്ന ഈ 30-ന് തുല്യമായിരിക്കണം ഇവിടെയുള്ള ആംഗിൾ. സോ ഇത് 30 ഡിഗ്രി. 30 എത്രയായി? 60 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വരണം? 120. അപ്പൊ നമ്മൾ PQR എന്ന് പറയുന്ന ത്രികോണത്തിലെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കുകയും ചെയ്തു.